ജയസറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 3 2026 ജൂലൈ 19 ഞായറാഴ്ച. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3-ാം ദിവസത്തെ രാമായണ പാരായണ ഭാഗം അഹല്യാസ്തുതി, സീതാ സ്വയംവരം, ഭാർഗവ ഗർവ ശമനം 597 വരികളാണ് ഇന്നത്തെ രാമായണ പാരായണ ഭാഗമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അഹല്യ മോക്ഷം വരെയാണ്. അഹല്യാദേവിക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദസ്പർശം കൊണ്ട് മോക്ഷം സിദ്ധിച്ചത് നമ്മൾ കണ്ടു. അതിന് കൃതാർത്ഥനായേൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനഹോ കൃതാർത്ഥയായേൻ എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യാദേവി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ സ്തുതിക്കുന്നതാണ് അഹല്യാസ്തുതി. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശം ഇപ്പോൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തൻ്റെ പൂർവ്വചരിത്രത്തെ ഓർത്തുകൊണ്ട്, ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം എന്ന് തുടങ്ങിയിട്ട് എന്തെല്ലാമാണോ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കുറിച്ച് സ്തുതിക്കാൻ വേണ്ടിയിട്ട് അഹല്യാദേവി ശ്രമിക്കുന്നത്, അതെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ രാമായണത്തിൽ നമുക്ക് അഹല്യാസ്തുതിയിൽ കാണാൻ സാധിക്കുന്നു. അഹല്യാദേവി പറയുന്നു, യാതൊരു പാദാംബുജം ആരായുന്നത് വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ, ചേതസാ തൻ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. ഏത് പാദാംബുജമാണോ ഈ ലോകത്തുള്ള സകല ദേവതകളും ആഗ്രഹിക്കുന്നത്, ആ പാദാംബുജത്തെ എനിക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അഹല്യ അവിടെ വ്യക്തമാക്കുന്നത്. അപ്രകാരത്തിൽ അങ്ങയുടെ പ്രസാദാധിക്യത്താൽ അഥവാ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവ്, ശിവൻ മുതലായവരാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ആ പാദങ്ങളെ പോകുവാനും ആ പാദങ്ങളെ സേവിക്കുവാനുമുള്ള അനുഗ്രഹം എനിക്ക് സിദ്ധിച്ചു എന്നാണ് അഹല്യാദേവി പറയുന്നു. അഹല്യാദേവി പറയുന്നു, അങ്ങയെ അല്ലാതെ മറ്റൊരു ദേവനെയും ഞാൻ ഭജിക്കുകയില്ല. യാതൊരു പാദാംബുജം തേടുന്നു വേദങ്ങൾ, വേദങ്ങൾ ഏതൊരു പാദത്തെയാണോ അന്വേഷിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊരു നാഭിയിൽ നിന്നാണോ ബ്രഹ്മാവുണ്ടായിട്ടുള്ളത്, ശിവൻ ഏതൊരു നാമത്തെയാണോ ജപിക്കുന്നത്, ആ ദേവനെ ഞാൻ നിത്യവും വണങ്ങുന്നു എന്നാണ് അഹല്യ പറയുന്നത്. മാത്രവുമല്ല, ഭഗവാനെ വിവിധ നാമങ്ങൾ കൊണ്ട്, ജഗതാശ്രയം ഭവാൻ, ജഗത്തായതും ഭവാൻ, ജഗതാം ആദിഭൂതനായതും ഭവാനല്ലോ എന്ന് തുടങ്ങി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ഒട്ടനവധി നാമങ്ങൾ കൊണ്ട് കീർത്തിച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ് അഹല്യ ചെയ്യുന്നത്. അവസാനം പറയുന്നു, പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചേരുന്നില്ല നമസ്തേതം നമ. അങ്ങയുടെ കാൽ തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി, യാതൊരു ഇളക്കവും വരാതെ അങ്ങനെയുള്ള ഭക്തി എല്ലാ കാലത്തും നിലനിൽക്കുന്ന രീതിയിൽ എനിക്ക് ആ ഭക്തി അങ്ങയെ സേവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകണമേ എന്നാണ് അഹല്യാദേവി പറയുന്നു. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തം അപരാധം ക്ഷമസ്വ ജഗൽപദേ. എൻ്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ ഭഗവാനിൽ ഈശ്വര ശ്രീരാമ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സമസ്തം അപരാധം, എൻ്റെ എല്ലാ തെറ്റുകളും അല്ലയോ നാഥ അങ്ങ് ക്ഷമിക്കണമേ. എവിടെയായിരുന്നാലും അങ്ങയുടെ പാദങ്ങളിൽ ഇളക്കം കൂടാതെയുള്ള ഭക്തി എനിക്ക് ഉണ്ടാകണമെന്നും, എല്ലാ കർമ്മങ്ങളും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നുവെന്നും, എല്ലാ അപരാധങ്ങളും അവിടുന്ന് ക്ഷമിക്കണം എന്നും അഹല്യാദേവി ശ്രീരാമനോട് പറയുന്നു. അപ്രകാരം ശ്രീരാമന്റെ അനുഗ്രഹം കൊണ്ട് അഹല്യ ശാപം നേർന്ന് പരിശുദ്ധയാകുന്നു, സകല ദുഃഖങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്നു. അതിനവസാനം അഹല്യാസ്തുതി അവസാനം പറയുകയാണ്, ഭക്തിയോടുകൂടി ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ സ്തുതി ജപിക്കുന്നവർക്ക് എല്ലാം സാധിക്കും. സന്താന സൗഭാഗ്യം, നല്ല ശ്രദ്ധയുണ്ടാകും, ധനമാഗ്രഹിക്കുന്നവർക്ക് ധനമുണ്ടാകും. അത്തരത്തിൽ ഏതെല്ലാം ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്, അതെല്ലാം തന്നെ ഈ അഹല്യാസ്തുതി കേൾക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് രാമായണത്തിൽ അഹല്യാസ്തുതിയുടെ പ്രാധാന്യത്തെ നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് സീതാ സ്വയംവരമാണ്. സീതാ സ്വയംവരത്തിൽ നമുക്കറിയാം, ഇവിടെ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം അവരവിടെ നിന്ന് നേരെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് യാത്ര തിരിക്കുന്നത്. വിശ്വാമിത്രൻ പറയുന്നു, ജനക മഹാരാജാവ് നടത്തുന്ന യാഗം കാണുന്നതിനും അതുപോലെ തന്നെ അവിടെയുള്ള ശൈവചാപം കാണുന്നതിനുമൊക്കെയായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന്
അവിടെ എത്തണം, മിഥിലാപുരിയിൽ എത്തണം. അതിനുശേഷം അതെല്ലാം കണ്ട് ഈ ശൈവചാപം കണ്ട് യാഗം കണ്ട് അതിനുശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് അയോധ്യയിലെത്തി പിതാവിനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് രാമലക്ഷ്മണന്മാരെ ചേർത്ത് പിടിച്ച് അവർ നേരെ ജനക രാജധാനിയിലേക്ക് എത്തുന്നതാണ് സീതാസ്വയംവരത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ തന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ജനക മഹാരാജാവ് വളരെ സന്തോഷത്തോടുകൂടി പൂജാസാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ജനക മഹാരാജാവ് വിശ്വാമിത്രനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. എല്ലാവിധ ഉപചാരങ്ങളോടും കൂടിയിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് ജനക മഹാരാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്രനെ സ്വീകരിച്ച് അനയിച്ച് കൊണ്ടുവരുന്നു. വിശ്വാമിത്രന്റെ കൂടെയുള്ള 2 കുമാരന്മാരെ കണ്ടപ്പോൾ ജനക മഹാരാജാവ് ചോദിക്കുകയാണ്, സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്ന ഈ കുമാരന്മാർ ആരാണ്? ലോകൈക സുന്ദരന്മാരായ ഇവർ ആരാണ് എന്ന് അങ്ങ് പറഞ്ഞാലും മനുഷ്യാകാരം കൊണ്ട് നിൽക്കുന്ന ഇവർ നരനാരായണ മൂർത്തികളാണോ എന്ന് പോലും ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് വിശ്വാമിത്രൻ പറയുന്നു, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. അല്ലയോ രാജാവേ, അങ്ങ് എൻ്റെ വാക്ക് വിശ്വസിച്ചാലും വീരണാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ 3ാമത്തേവൻ, ഏറ്റവും വീരനായിട്ടുള്ള ദശരഥന്റെ മക്കളിൽ ആൺകുട്ടികളിൽ ഏറ്റവും മൂത്ത ആളായിട്ട് ശ്രീരാമനാണ് ഈ നിൽക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്നതാവട്ടെ 3ാമത്തെ മകനായിട്ടുള്ള ലക്ഷ്മണനാണ്. എൻ്റെ യാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവരെ കൂട്ടിക്കൊണ്ടുവന്നു. വരുന്ന വഴിക്ക് താടകയെ വധിച്ചു, അതിനുശേഷം യാഗം സംരക്ഷിച്ചു. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാദസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷം പോലും സംഭവിച്ചു. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം പരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പരമാഗ്രഹമുണ്ട്. മഹാദേവന്റെ ശൈവചാപത്തെ കാണുന്നതിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. രാജാവേ, അങ്ങ് തീർച്ചയായിട്ടും ആ ചാപത്തെ ഒന്ന് കാണിച്ചു നൽകണം, അല്ലെങ്കിൽ ആ ചാപത്തെ ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ രാജാവിന് ജനക മഹാരാജാവിന് വളരെ സന്തോഷം തോന്നുകയും ജനക മഹാരാജാവ് സൽക്കാര യോഗ്യന്മാരാണ് ഈ രാജപുത്രന്മാരെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ വേണ്ട രീതിയിലൊക്കെ ഉപചാരപൂർവ്വം തന്നെ സൽക്കരിക്കുകയും അതിനുശേഷം തന്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, ആ ചാപം ശൈവചാപം എടുത്തു കൊണ്ടുവരണം എന്ന് പറയുന്നു. ചെന്നു നീ വരുത്തേണം ഈശ്വരരുടെ ചാപം എന്ന് സജീവനെ വിളിച്ച് നിയോഗിച്ചു. അത് കേട്ടിട്ട് മന്ത്രിപ്രവരൻ നേരെ ഈ ചാപം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയും ആ സമയത്ത് ജനകൻ കൗശികനോട് അഥവാ വിശ്വാമിത്രനോട് ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് പറയുകയാണ്, രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതുകുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലഭൻ ഇവൻ മമനന്ദനയ്ക്കുന്നു നൂനം. ഈ ശ്രീരാമൻ രാജനന്ദനായുള്ള ബാലകൻ ഈ ശ്രീരാമൻ ഇപ്പോൾ കൊണ്ടുവരുന്ന ശൈവചാപം കുലയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മകളുടെ വല്ലഭനായിട്ട് എൻ്റെ മകളുടെ ഭർത്താവായിട്ട് തീർച്ചയായിട്ടും ശ്രീരാമന് തൻ്റെ മകളുടെ ഭർത്താവാകാനുള്ള യോഗ്യതയാണ് അവിടെ കൽപ്പിക്കുന്നത് എന്ന് ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പറയുകയാണ്, എല്ലാം ഈശ്വര കൽപ്പിതമായിട്ട് തന്നെ നടക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഹുങ്കാരത്തോടുകൂടി ചാപവാഹകൻ 5000 കിങ്കരന്മാർ ഹുങ്കാര ശബ്ദത്തോടു കൂടിയിട്ട് ആ ശൈവചാപം ആ സഭയിലേക്ക് കൊണ്ടുവന്നു. മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്നാൽ 5000 കിങ്കരന്മാര് ആ മൃത്യുശാസന പ്രോക്തമായിരിക്കുന്ന അല്ലെങ്കിൽ മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്ന് അവിടെ മുമ്പിൽ വെച്ചു. അപ്രകാരം മൃത്യുശാസന ചാപം ആ സഭയിലേക്ക് കിങ്കരന്മാർ കൊണ്ടുവന്ന് വെച്ചത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് വളരെ ആനന്ദമുണ്ടായി. ചന്ദ്രശേഖരന്റെ പള്ളിയിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിരുന്നാൽ ശ്രീരാമചന്ദ്രൻ ആ ശൈവചാപം കണ്ട് വന്ദിക്കുകയും വിശ്വാമിത്രൻ ചോദിക്കുകയാണ്, വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക. ഈ വില്ലെടുക്കാനും അത് കുലയ്ക്കാനും വലിക്കാനും ഒക്കെ അനുവാദം വിശ്വാമിത്രൻ ചോദിക്കുകയാണ്. വിശ്വാമിത്രൻ പറയുന്നു, എല്ലാമാം ആകുന്നത് ചെയ്താലും അങ്ങേക്ക് ആവുന്നത് പോലെ എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്താലും കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. എന്തായാലും കല്യാണം ഇതുകൊണ്ട് തീർച്ചയായിട്ടും വന്നുകൂടും എന്ന് വിശ്വാമിത്രൻ പറയുന്നു. അപ്രകാരം വിശ്വാമിത്രന്റെ വാക്ക് കേട്ട് രാമചന്ദ്രൻ ആ ശൈവചാപത്തെ കുലയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ഇതശ്രമം നിന്നരുളുന്ന നേരം 7 ലോകങ്ങളും ഒന്ന് മാറ്റൊലിക്കൊണ്ടു. ശ്രീരാമൻ വളരെ പ്രയാസമില്ലാതെ തന്നെ ആയാസേന ആ ശൈവചാപം എടുത്ത് വലിച്ച് കുലച്ചു മുറിച്ചു. ഇത് കണ്ടിട്ട് 7 ലോകങ്ങളും
മാറ്റൊലി കൊണ്ടു. ഇരേ ലോകം വിസ്മയപ്പെട്ടു. ജനങ്ങളെല്ലാം തന്നെ വിസ്മയപ്പെട്ടു. പാട്ടും നാട്ടവും കൂട്ടും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും എന്ന് വേണ്ട ആ പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളുടെയും മാറ്റത്തെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് വർണ്ണിക്കുകയാണ്. അപ്സര സ്ത്രീകൾ ഉത്സാഹം കൈക്കൊണ്ടു, ദേവനെ സേവിക്കുന്നു, വിശ്വേശ്വരനുടെ വിവാഹോത്സവ ഘോഷം മുഴങ്ങുന്നു. അങ്ങനെ അന്തരീക്ഷം പൂർണ്ണമായിട്ട് തന്നെ ആ ഒരു അവസ്ഥയെ ഇവിടെ കൃത്യമായിട്ട് രാമായണത്തിൽ പ്രതിപാദിക്കുകയാണ്. അതേസമയത്ത് ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞ് ഒച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉലകങ്ങളെ പോലെ. ഈ വിൽമുറിഞ്ഞ ഒച്ച കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് രാജാക്കന്മാരൊക്കെ തന്നെ ഉലകങ്ങളെ പോലെ, പാമ്പുകളെ പോലെ പേടിച്ചു വിറച്ചു. ഓടി ഒളിക്കാൻ വേണ്ടി പാമ്പുകൾ എങ്ങനെയാണോ ഓടി ഒളിക്കുന്നത് അതേപോലെ ആ വിൽമുറിഞ്ഞ ഒച്ച കേട്ടിട്ട് അവരെല്ലാവരും തന്നെ ഭയപ്പെട്ടു എന്ന് പറയുന്നു. ജഗൽസ്വാമിയായ ഭഗവാനെ ജനകൻ ആശ്ലേഷം ചെയ്തു. ജനക മഹാരാജാവ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ആശ്ലേഷം ചെയ്തു, കെട്ടിപ്പിടിച്ച് ഉണർന്നു. തൻ്റെ മകളുടെ ഭർത്താവായിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ നിയോഗിക്കപ്പെട്ടു എന്നുള്ള സന്തോഷം കൊണ്ട് ജനക മഹാരാജാവ് ശ്രീരാമനെ ഗടാശ്ലേഷം ചെയ്തു. മൈതിൽ തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചു. സീതാദേവിയെ എല്ലാവരും ചേർന്ന് അണിയിച്ചൊരുക്കി. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ മുന്നിലേക്ക് സീതാദേവി വരുമ്പോഴുള്ള ഭാഗം പറയുന്നത്, സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടിയിടിനാൾ. സീതാദേവി മന്ദം മന്ദം ശ്രീരാമചന്ദ്രന്റെ മുമ്പിലേക്ക് വരികയും ശ്രീരാമചന്ദ്രനെ ആദ്യമായിട്ട് നേത്രോൽപലമാലയും ഇട്ടാൽ മുന്നേ ആദ്യം നേത്രോൽപലമാല ഇട്ടു എന്ന് പറയുന്നു. ഇവിടെ നേത്രോൽപലമാല എന്നത് ഉദ്ദേശിക്കുന്നത് സീതാദേവിയുടെ ആ കടക്കൺ കൊണ്ടുള്ള നോട്ടം, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ഒന്ന് നോക്കുന്നതിനെ കുറിച്ച് സുവ്യക്തമായിട്ട് ഇവിടെ വർണ്ണിക്കുന്നതാണ്. നേത്രോൽപലമാലയും ഇട്ടാൾ, പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടു. അതിനുശേഷം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കൺകുളിർക്കെ കണ്ടതിന് ശേഷം വരണാർത്ഥമാലയും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ കഴുത്തിലേക്ക് സീതാദേവി ധരിപ്പിക്കുന്നു. ഭൂമി നന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലകപാലൻ, ഭൂമി സുതയ്ക്ക് അനുരൂപനായിട്ട് ഭൂമി സംരക്ഷക പാലകനായിട്ടുള്ള ശ്രീരാമൻ അവിടെ രണ്ടുപേരും നിൽക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് മാനവവീരൻ വാഴുക എന്ന് സർവ്വജനങ്ങളും അവിടെ ഘോഷം മുഴക്കിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രനോട് ഇവിടെ ജനക മഹാരാജാവ് പറയുകയാണ്, ദശരഥന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ വൃത്താന്തങ്ങളൊക്കെ ദൂതന്റെ കൈവശം എഴുതി അയച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ഇവിടെ സീതാ സ്വയംവരത്തിലൂടെ രാമൻ സീതാദേവിയെ വിവാഹം കഴിക്കുവാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വൃത്താന്തം, ഈ വിശേഷം മുഴുവൻ ദശരഥ മഹാരാജാവിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാമിത്രനോട് ജനക മഹാരാജാവ് പറയുകയാണ്, ഇതെല്ലാം ഈ വിവരങ്ങളെല്ലാം എഴുതിക്കൊണ്ട് ദൂതന്റെ കൈവശം നമുക്ക് ദശരഥന്റെ അടുത്തേക്ക് ഈ വൃത്താന്തങ്ങളെല്ലാം അറിയിക്കണം എന്ന് പറയുന്നു. അപ്രകാരം എത്രയും പെട്ടെന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഈ ദൂതന്റെ കൈവശം വൃത്താന്തങ്ങൾ എഴുതിയ ആ ഒരു വിവരം കിട്ടിയ സമയത്ത് ദശരഥൻ എല്ലാവരും ചേർന്നുകൊണ്ട് വസിഷ്ഠമുനിയും അരുന്ധതി, വസിഷ്ഠന്റെ പത്നിയായിട്ടുള്ള അരുന്ധതി, അതുപോലെ കൗസല്യാദികളായിട്ടുള്ള ഭാര്യമാർ എന്ന് വേണ്ട ഭരതശത്രുഘ്നന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഒരു സന്തോഷ സമയം അനുഭവിക്കുവാനും അതിന്റെ വൃത്താന്തങ്ങളെ നുകരുവാനുമായിട്ട് നേരെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ജനകൻ ദശരഥൻ അവിടെ എത്തിയതിനു ശേഷം ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ദശരഥൻ എത്തിച്ചേരുന്ന സമയത്ത് ജനകൻ ദശരഥന്റെ കയ്യും പിടിച്ച് സ്വീകരിക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് രാമായണത്തിൽ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ ആ സംവാദത്തിനിടയിൽ ജനക മഹാരാജാവ് ദശരഥനോട് പറയുകയാണ്, 4 കന്യകമാരുണ്ട് എനിക്ക് കൊടുക്കാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. എനിക്ക് 4 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാനുണ്ട്, 4 കന്യകമാർ എനിക്കുണ്ട്. അല്ലയോ ദശരഥ മഹാരാജാവേ, അങ്ങേക്കാണെങ്കിൽ 4 കുമാരന്മാരുമുണ്ട്. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കണ്ട. അതുകൊണ്ട് അല്ലയോ ദശരഥ മഹാരാജാവേ, അങ്ങേക്ക് 4 കുമാരന്മാരുണ്ട്, എനിക്ക് 4 കുമാരികളുണ്ട്. നമുക്ക് ഈ 4 പേരുടെയും വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വസിഷ്ഠനും ശതാനന്ദനും കൗശികനും 3 ഗുരുക്കന്മാർ ചേർന്നുകൊണ്ട് മുഹൂർത്തം വിധിച്ചു. 4 പേർക്കും 4 പേരുടെ വിവാഹത്തിന്റെ മുഹൂർത്തം നിശ്ചയിച്ചു. ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ബേരി ദുന്ധുവി മുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ച് തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും. ശ്രീരാമപാദാംബോജം കഴുകിച്ചതിന് ശേഷം ആ ഒരു ഹോമകുണ്ടത്തിൽ ഹോമം നടത്തി ബേരി ദുന്ധുവി തുടങ്ങിയിട്ടുള്ള വാദ്യഘോഷങ്ങളോടുകൂടി
പൂജാതി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് തന്റെ പുത്രിയായ വൈദേഹിയ സീതാദേവിയെ ശ്രീരാമന് ജനക മഹാരാജാവ് നൽകി. മാത്രവുമല്ല, ഊർമിള തന്നെ വീട്ടു ലക്ഷ്മണകുമാരനും ഊർമിളയെ ലക്ഷ്മണന് കൊടുത്തു. കാമ്യാങ്ക്യമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി. അങ്ങനെ സീതാദേവിയും ഊർമിളയും ശ്രുതകീർത്തിയും മാണ്ഡവിയും രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ പത്നിമാരാകുന്ന ആ മുഹൂർത്തത്തിനാണ് രാമായണം സാക്ഷ്യം വഹിക്കുന്നത്. അതേസമയത്ത് ആ വിവാഹ ഉത്സവം കഴിയുന്ന സമയത്ത് തന്നെ വസിഷ്ഠനോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജനകൻ പറയുകയാണ്, സീതാവൃത്താന്തം എനിക്കറിയാം. മുമ്പ് നാരദർ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് സീതാദേവി ആരാണെന്നറിയാം. യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയുള്ള സമയത്ത് അവിടെ നിന്നും സീതാമതി ആ ഭൂമിയുടെ മധ്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കന്യാരത്നമാണ് ഈ സീതാദേവി. അതുകൊണ്ട് സീതയിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് ഞാൻ സീതാദേവി എന്ന് നാമം ഉച്ചരിക്കുകയും ആ സമയത്ത് നാരദൻ എന്നോട് പറഞ്ഞു, അതെയോ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ദേവകാര്യാർത്ഥം പന്തികണ്ഠ നിഗ്രഹത്തിന് രാവണവധത്തിന് വേണ്ടിയിട്ട് ദേവന്മാർ അപേക്ഷിച്ചത് കാരണം ദേവന്മാരുടെ ആവശ്യപ്രകാരം ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കാൻ ദേവേന്ദ്രനും ബ്രഹ്മാവും മഹാദേവനും അർത്ഥിക്കയാൽ അവർ പറഞ്ഞിരിക്കുന്നതിനാൽ അവർ അപേക്ഷിച്ചതിനാൽ ഭൂമിയിൽ സൂര്യകുലത്തിൽ രാമനായിട്ട് മനുഷ്യവേഷം ധരിച്ച് ഈ ഭൂമിയിൽ വന്നിരിക്കും. യോഗേശൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും യോഗമായാദേവിയായിട്ടുള്ള ഭഗവതിക്ക് ഭൂമിയിൽ അവതരിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ആ ഭഗവതി അങ്ങയുടെ വീട്ടിൽ ജാതയായതു തവ വേഷ്മനി തൽക്കാരണാൽ, ആ കാരണം കൊണ്ട് അങ്ങയുടെ ഗൃഹത്തിൽ ഭഗവതി തന്നെയാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. സാധാരണ ഈ ഭഗവതിയെ ശ്രീരാമന് കൊടുക്കണം. ശ്രീരാമൻ അഥവാ മഹാവിഷ്ണു എവിടെയാണോ അവതരിക്കുന്നത് അവിടെ ഭഗവതി അവതരിക്കും. ഇവിടെ ശ്രീരാമൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവതി സീതാദേവിയായിട്ട് അവതരിച്ചിട്ടുണ്ട്. അല്ലയോ ജനക മഹാരാജാവേ, അങ്ങയുടെ ചുമതല ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് സീതയെ കൊടുക്കുക എന്നുള്ളതാണ്, സീതയെ രാമന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറയുകയുണ്ടായി. ജനകൻ പറയുന്നു, സാക്ഷാൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് സീതാദേവിയെ കൊടുക്കണമെങ്കിൽ ശ്രീരാമനെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് പന്നക വിഭൂഷൺ തന്റെ അനുഗ്രഹ ശക്തിയ വൃത്തിശാസന ചാപം മുറിച്ചിടുന്നപ്പാൻ ഭർത്താവാകുന്നത് മൽപുത്രിക്ക് എന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു. ഈ വൃത്തിശാസന പ്രോക്തം ഈ വൃത്തിശാസന ശാപം ആർക്കാണോ മുറിക്കാൻ സാധിക്കുന്നത്, അഥവാ ആർക്കാണോ അത് കുറയ്ക്കാൻ സാധിക്കുന്നത്, ആർക്കാണോ അത് മുറിക്കാൻ സാധിക്കുന്നത്, ആ വ്യക്തിക്ക് തന്നെയെ തന്റെ മകളായിരിക്കുന്ന സീതാദേവിയെ നൽകുകയുള്ളൂ എന്നൊരു തീരുമാനമെടുത്തു. കാരണം ഈ വൃത്തിശാസന ശാപം ഖണ്ഡിക്കാൻ സാധിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനല്ലാതെ സാക്ഷാൽ ശ്രീരാമനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് സീതാ സ്വയംവരം എന്ന പേരിൽ ഈ ശൈവചാപം ഖണ്ഡിക്കുവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തുള്ള സകല രാജാക്കന്മാരെയും ക്ഷണിച്ചു. എല്ലാവരും ഒന്ന് പരാജയപ്പെട്ടു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സാക്ഷാൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് മാത്രമേ ഈ ശൈവചാപം ഖണ്ഡിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സീതാദേവിയെ ശ്രീരാമന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കയ്യിലേക്ക് ഭഗവതി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ പുണ്യാതിരേകം കൊണ്ട്, എൻ്റെ കർമ്മഫലം കൊണ്ട്, എൻ്റെ കർമ്മഗുണം കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ഇന്ന് എൻ്റെ കൊട്ടാരത്തിൽ വരികയും സീതാദേവിയെ സ്വയംവരത്തിലൂടെ സ്വന്തമാക്കുകയും ചെയ്തു. അതിന് കാരണക്കാരനായിട്ട് നിൽക്കാൻ സാധിച്ചത് എൻ്റെ മഹാപുണ്യമാണ് എന്ന് ജനക മഹാരാജാവ് ആ സഭയിൽ വസിഷ്ഠന്റെ മുമ്പിൽ പറയുകയാണ്. അപ്രകാരം അവരുടെ ആ സംവാദങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനകൻ യഥാവിധി വസിഷ്ഠാദികളായിട്ടുള്ള മഹർഷിമാരെ ഒക്കെ വണങ്ങി സുമന്ത്രാദികളായിട്ടുള്ള മന്ത്രിമാരെ എല്ലാം സീതാദേവിക്ക് സമ്മാനിച്ചു. ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ സീതാദേവിക്ക് ജനകൻ നൽകുന്നു. ശ്രീരാമൻ അതെല്ലാം തന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. അപ്രകാരം ദശരഥ മഹാരാജാവും ബാക്കിയുള്ള എല്ലാ ആളുകളും തിരിച്ച് അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ജനകൻ തന്റെ മകളായ സീതയെ ആലിംഗനം ചെയ്ത് തന്റെ മകൾക്ക് ഒരു പതിവ്രതയുടെ ധർമ്മം എന്തെല്ലാമാണ് എന്ന് സവിസ്തരം പ്രതിപാദിക്കുകയാണ്. ഒരു പതിവ്രത തന്റെ ഭർത്താവിന്റെ കൂടെ ധർമ്മമനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇവിടെ ജനക മഹാരാജാവ് സീതാദേവിയോട് ഉപദേശിക്കുന്നു. മായാമയനായ രാഘവൻ തന്റെ ധർമ്മപത്നിയായ സീതയോടൊപ്പം അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു.
ആ യാത്രയെക്കുറിച്ച് സവിസ്തരനോടെ പ്രതിപാദിക്കുന്നുണ്ട്. വാദ്യഘോഷങ്ങൾ, ശൃംഗാരപൂർണമായ വേഷങ്ങൾ, ആന, തേര്, കുതിര, കാലാട് തുടങ്ങി എന്തെല്ലാം ആഘോഷത്തോടു കൂടിയിട്ടാണോ. കാരണം ദശരഥ മഹാരാജാവിന്റെ 4 പുത്രന്മാര് വിവാഹിതരായതിനു ശേഷം അയോധ്യയിലേക്ക് തിരിച്ചുള്ള എഴുന്നള്ളത്താണ്. അത്രയും മനോഹരമായ രീതിയിൽ, അത്രയും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അവരുടെ യാത്ര പുറപ്പെട്ടു. കൊടിമരങ്ങൾ, അതുപോലെ ആലവട്ടം, വെഞ്ചാമരം, വെങ്കറ്റക്കുട തുടങ്ങി എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം കൊണ്ട് കുങ്കുമം, ചന്ദനം, കസ്തൂരി ഇവയുടെ സുഗന്ധപുരത്തോടുകൂടി അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ ഒരു 3 യോജന യാത്ര കഴിഞ്ഞപ്പോൾ ചില ദുശ്ശകുനങ്ങൾ കാണുകയാണ്. ഈ ദുശ്ശകുനങ്ങൾ കണ്ടപ്പോൾ വസിഷ്ഠനെ വന്ദിച്ചുകൊണ്ട്, കുലഗുരുവായ വസിഷ്ഠനെ വന്ദിച്ചുകൊണ്ട് ദശരഥൻ ചോദിക്കുന്നു, അല്ലയോ ഗുരുനാഥ, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക. എന്താണ് ദുർനിമിത്തം? ഇത്രയും സന്തോഷത്തോടുകൂടി 4 കുമാരന്മാർ വിവാഹിതരായതിനു ശേഷം അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ 3 യോജന യാത്ര കഴിഞ്ഞപ്പോഴേക്കും ദുർനിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലയോ ഗുരുനാഥ, എന്താണ് ഈ ദുർനിമിത്തങ്ങളുടെ കാരണം എന്ന് ഒന്ന് പറഞ്ഞാലും എന്ന് പറയുകയാണ്. തന്നെ വസിഷ്ഠൻ പറയുന്നു, മന്നവ, കുറഞ്ഞൊരു ഭീതി ഉണ്ടാകും ഇപ്പോൾ, പിന്നീടം അഭയമുണ്ടെന്നറിഞ്ഞാലും. ഇപ്പോ കുറച്ചൊരു ഭീതി ഉണ്ടാകും, ഭയപ്പെടേണ്ടതില്ല. പിന്നീട് അതൊരു അഭയമായിട്ട്, പിന്നീട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നീ മനസ്സിലാക്കിയാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ. യാതൊന്നും പേടിക്കേണ്ടതില്ല, നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചു. ദുഃഖവും വേണ്ട. കാരണം ഇപ്പോഴുണ്ടാകുന്ന ഈ ദുശ്ശകുനത്തിൽ നിന്ന് ഒരു നല്ല കാര്യമാണ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് കുലഗുരുവായ വസിഷ്ഠൻ ദശരഥനോട് പറയുന്നു. അങ്ങനെ ഗുരുവിന്റെ വാക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഗുരുവിന്റെ വാക്ക് കേട്ട ദശരഥനും അവരെല്ലാവരും യാത്ര വീണ്ടും തുടരുന്ന സമയത്ത് പദ്ധതി മധ്യയെ കാണായി വന്നു ഭാർഗവനെയും. അങ്ങനെ പോകുന്ന സമയത്ത് ആ യാത്രാമധ്യത്തിൽ ഭാർഗവനെ, പരശുരാമനെ കാണുകയാണ്. പരശുരാമനെ കണ്ട സമയത്ത് തന്നെ ദശരഥ മഹാരാജാവിന് ആധിയായി. കാരണം ക്ഷത്രിയ കുലാന്തകനായിട്ടാണ് ഭാർഗവരാമൻ അവിടെ അറിയപ്പെടുന്നത്. എത്രയോ ക്ഷത്രിയരെ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദശരഥന്റെ ഭയം രാമായണത്തിൽ നമുക്ക് കാണാം. ക്രുദ്ധനായ പരശുബാണാസനങ്ങളും കൊണ്ട് പദ്ധതി മധ്യയെ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധുസം വീണു നമസ്കാരവും ചെയ്താൻ. നമസ്കരിച്ചുകൊണ്ട് ദശരഥൻ പരശുരാമനോട് പറയുന്നു, കർത്ത കൃപാലുവായ അങ്ങ് സൂര്യവംശത്തെ രക്ഷിച്ചാലും കർത്ത വീര്യാർജുനന്റെ ശത്രുവായ അല്ലയോ ഭാർഗവരാമ, അങ്ങ് കാർത്തവീര്യന്റെ ശത്രുവാണ്. പക്ഷേ കൃപാലുവായ അങ്ങ് സൂര്യവംശത്തെ രക്ഷിച്ചാലും എന്ന് പറയുന്നു. സൂര്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നത് തന്നെ വ്യക്തമാണ്. പരശുരാമൻ മുമ്പിൽ വന്ന സമയത്ത് ദശരഥന് ചെറിയൊരു ഭയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ദശരഥന്റെ ഈ പ്രാർത്ഥനകളെ ഒന്നും വകവയ്ക്കാതെ ഉഗ്രകോപത്തോടുകൂടി മധ്യാഹ്ന സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഭാർഗവരാമൻ പരശുരാമൻ ശ്രീരാമനോട് പറയുന്നു, ഈ 3 ലോകങ്ങളിലും ഞാനല്ലാതെ മറ്റൊരു രാമനുണ്ടോ? ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനെ ത്രിഭുവനത്തിങ്കൽ? ഞാനല്ലാതെ മറ്റൊരു രാമൻ ആരാണ് ഈ ലോകത്ത്, ഈ 3 ലോകങ്ങളിലുള്ളത്? മന്നവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ല് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ. രാജാവായ നീ ക്ഷത്രിയനാണെങ്കിൽ നിമിഷമെങ്കിലും നീ എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നിനക്ക് വില്ലിൽ വളരെ വൈഭവമുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പറയാൻ കാരണം ഇവിടെ സീതാദേവിയെ വിവാഹം കഴിക്കാൻ കാരണമായിരിക്കുന്ന ത്രയംബക വില്ല് ഖണ്ഡിച്ചിട്ട് വരുന്ന വഴിയായതുകൊണ്ട് പരശുരാമൻ പറയുകയാണ്, വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ, നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത്. ശൈവചാപം ഖണ്ഡിച്ച കേമനല്ലേ നീ? എന്നിട്ട് പറയുന്നു, എന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. നീ ശൈവചാപം ഖണ്ഡിച്ച കേമനാണെങ്കിൽ, അല്ലയോ രാമ, എന്റെ കയ്യിലുണ്ട് ഒരു ചാപം, അത് വൈഷ്ണവമാണ്. ക്ഷത്രിയ കുലജാതനാകിൽ, നീ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ. അല്ലായിൽ കൂട്ടത്തോട് സംഹരിച്ചിടുന്നതുണ്ട് സന്ദേഹം എനിക്കെന്ന് ധരിച്ചാലും. അല്ലായിൽ കൂട്ടത്തോട് സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹം എനിക്കെന്നറിഞ്ഞാലും. നീ വലിയ ശൈവചാപം ഖണ്ഡിച്ച ആളാണ്, അതൊക്കെ ശരി. പക്ഷെ എന്റെ കയ്യിൽ ഒരു ചാപമുണ്ട്, അത് വൈഷ്ണവമാണ്. നീ വില്ലിൽ ഇത്രയും കേമനാണെങ്കിൽ എന്റെ കയ്യിലുള്ള വൈഷ്ണവ ചാപം എടുത്തിട്ട് നീ ആ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ നീ ഇതൊന്ന് പ്രയോഗിക്കുക, എനിക്കൊന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിക്കുകയാണ്. ഇത് കേട്ടപ്പോ അതോടൊപ്പം തന്നെ പറയുന്നു, ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നറിഞ്ഞ്, ഞാൻ ക്ഷത്രിയ കുലത്തിന് അന്തകനാണ് നിനക്കറിയില്ലേ? ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേ ഉണ്ട്, പണ്ടുപണ്ടേ നമ്മൾ തമ്മിൽ ശത്രുതയുണ്ട് എന്ന് പറയുന്നു.
ഈ വെല്ലുവിളി കേട്ട സമയത്ത് പ്രകൃതിയുടെ മാറ്റത്തെക്കുറിച്ച് രാമായണം പറഞ്ഞിരിക്കുന്നുണ്ട്. സിന്ധുവാരി ഒന്ന് കലങ്ങി മറിഞ്ഞതു, എന്തോ ഒന്ന് വരുന്നോർത്തു ദേവാദികൾ. എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാതെ ദേവാദികളൊക്കെ ആകെ ഭയപ്പാട് നിൽക്കുന്നു. അന്തരീക്ഷം ഒരു ശോകാവസ്ഥയിലേക്ക് മാറുന്നു. സമുദ്രം ഇളകി മറിയുന്നു. അങ്ങനെ വളരെ വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്ന രീതിയിൽ പ്രകൃതി തന്നെ മാറ്റം കാണിക്കുന്നു. രാമനാം കുമാരൻ വൃദ്ധനാം പരശുരാമനോട് അറിയിച്ച് ഇതൊക്കെ കേട്ടുകൊണ്ട് ആ കുമാരൻ, ശ്രീരാമകുമാരൻ പരശുരാമനോട് പറയുകയാണ്, ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ, വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിതേ. നോക്കൂ, ഇവിടെ പരശുരാമൻ അത്രയും ദേഷ്യത്തോടുകൂടി ആ ക്രൗരഭാവത്തോടു കൂടിയിട്ട് പറഞ്ഞ സമയത്ത് വളരെ ശാന്തതയോടുകൂടി ശ്രീരാമൻ പറയുകയാണ്, മഹാനുഭാവന്മാരായിട്ടുള്ള നിങ്ങൾ, ഏറ്റവും കീർത്തി കേട്ടിരിക്കുന്ന അങ്ങേയപ്പോഴുള്ള ആളുകൾ കേവലം കുഞ്ഞുങ്ങളായിരിക്കുന്ന ഞങ്ങളോട്, ബാലന്മാരായിട്ടുള്ള ഞങ്ങളോട് ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ അവർക്ക് ആരാണ് ആശ്രയമുള്ളത്? തപോനിതേ, സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? അവനവന്റെ കുലധർമ്മം, ആശ്രമധർമ്മം എങ്ങനെയാണ് പാലിക്കാൻ സാധിക്കുക? നിൻ തിരുവുള്ളത്തിൽ ഏറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ, അന്തനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം സംഭവിക്കും. അതായത് ഈ പരശുരാമന്റെ ഈ ദേഷ്യം ഉള്ള ആ മുഖഭാവത്തോടു കൂടിയിട്ട് പെരുമാറിയ സമയത്ത് വളരെ സ്നേഹത്തോടുകൂടി ശാന്തതയോടു കൂടിയിട്ട് രാമൻ പറയുകയാണ്, ഈ ബാലകരായിട്ടുള്ള ഞങ്ങളോട് അങ്ങനെ എങ്ങനെയാണ് തുടങ്ങുക? അങ്ങ് ഇങ്ങനെ പെരുമാറിയാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? അങ്ങേയുള്ള ശ്രേഷ്ഠന്മാർ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറല്ലേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു, ക്ഷത്രിയ കുലത്തിൽ ഉത്ഭവിക്കുകയും ചെയ്തേ. ഞാനാണെങ്കിൽ ക്ഷത്രിയ കുലത്തിൽ ജനിക്കുകയും ചെയ്തു. എന്റെ കുഴപ്പമല്ലല്ലോ, ക്ഷത്രിയ കുലത്തിൽ ജനിക്കുകയും ചെയ്തു. ശസ്ത്ര അസ്ത്ര പ്രയോഗ സാമർഥ്യമല്ലല്ലോ താനും. ഈ അസ്ത്രപ്രയോഗത്തിനൊന്നും വലിയ കഴിവും എനിക്കില്ല. ശത്രു മിത്രോദാസ്യന ഭേദവും എനിക്കില്ല. ശത്രുഭാവമെന്നോ മിത്രഭാവമെന്നോ എനിക്ക് ആരോടും ശത്രുവെന്നോ അല്ലെങ്കിൽ ശത്രുതയോ മിത്രഭാവമോ ഇല്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ല. ശത്രുവിനെ സംഹരിക്കാനുള്ള ശക്തിയും എനിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ വളരെ വിനയത്തോടുകൂടി അവസാനം പറയുന്നു, നിന്തിരുവടിയുടെ ചിന്തനം കൊണ്ട് ഞാൻ പറയട്ടെ, വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. അല്ലയോ ഭഗവാനെ, അല്ലയോ തപോനിതേ, അങ്ങ് ആ വില്ലിങ് തന്നാലും ഞാൻ കുലച്ചു നോക്കാം. ഞാൻ ആകുമെങ്കിൽ കുലയ്ക്കാം. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ, വില്ലിങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം. ഇല്ലെങ്കിൽ, സാധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനോട് ദേഷ്യപ്പെടരുത്, തിരുവുള്ളക്കേടുണ്ടാകരുത് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ച് ആ വില്ല് വാങ്ങിയതിനു ശേഷം ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം 7 ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. പരശുരാമന്റെ കയ്യിൽ നിന്ന് ആ വില്ല് വാങ്ങി പിടിച്ച സമയത്ത് തന്നെ 7 ലോകങ്ങളും സ്വർണ്ണ നിറത്തോടുകൂടി ആ ഒരു തേജസ് അവിടെ കാണായി വന്നു. കുലച്ചു ബാണമേഘം എടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതോചിതശ്രമം. ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ പരശുരാമന്റെ കയ്യിൽ നിന്നുള്ള വൈഷ്ണവ ചാപം വാങ്ങിയിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു കുലച്ച് ആ ബാണമേഘം എടുത്ത് തൊടുത്തു നിന്നു. എന്നിട്ട് പറഞ്ഞു, മോദത്തോട് അരുളി ചെയ്തിരണം ദയാനിതയെ, മാർഗണം നിഷ്ഫലമായി വരികയില്ല. മമ ഭാർഗവരാമ, ലക്ഷ്യം കാട്ടി തന്നീട വേണം. ഞാൻ വില്ല് കുലച്ചിരിക്കുന്നു ഭാർഗവരാമ, ഇത് വെറുതെ കുലച്ച് വയ്ക്കാൻ പറ്റില്ല. ഇത് ലക്ഷ്യം കാണിച്ചു തരണം. ഈ അമ്പ എവിടേക്കാണ് ഞാൻ അയക്കേണ്ടത് എന്ന് ഭാർഗവരാമ അങ്ങ് ലക്ഷ്യം കാട്ടിത്തരണം. ശ്രീരാമൻ പറഞ്ഞത് കേട്ടപ്പോൾ ഇവിടെ ഭാർഗവരാമന് തന്റെ മുമ്പിലുള്ളത് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന ബോധ്യമുണ്ടാവുകയാണ്. ഭാർഗവരാമൻ പറയുന്നു, ശ്രീരാമ രാമ മഹാബാഹോ ജാനകി പദേ ലോകാഭിരാമ സീതാഭിരാമ രാമ രഘുപതേ പുരുഷോത്തമ ദയാനിധേ എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ വിവിധങ്ങളായിട്ടുള്ള നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ശ്രീരാമനെ പ്രകീർത്തിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സൃഷ്ടി സ്ഥിതി പ്രളയഹേതുമൂർത്തേ, സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും ഒക്കെ കാരണമായിരിക്കുന്ന മൂർത്തയും കൗസല്യയുടെ മകനെ കൗസല്യാത്മജ എന്നെല്ലാം വിളിച്ചുകൊണ്ട് പറയുന്നു, പണ്ട് ഞാൻ ചക്രതീർത്ഥത്തിങ്കൽ ചെന്ന് മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് ഒരുപാട് കാലം തപസ് ചെയ്ത സമയത്ത് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, അങ്ങയുടെ പിതാവിനെ കൊന്നവനും കേകയ രാജ്യത്തിന്റെ അധിപനുമായിട്ടുള്ള കാർത്തവീര്യാർജുനനെ അല്ലയോ പരശുരാമ അങ്ങ് വധിക്കണം. അവനും എന്റെ കലയുടെ അംശത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവനാണ്. അതിനുശേഷം അസ്ത്രവിദ്യയിൽ അവൻ സമർത്ഥനാണ്. അവനെ വധിച്ചതിന് ശേഷം ക്ഷത്രിയ വംശത്തെ 21 തവണ യുദ്ധത്തിൽ വധിച്ച് ഈ ഭൂമിയെ മുഴുവൻ കശ്യപന് ദാനം ചെയ്തതിനു ശേഷം അങ്ങ് തപസ്സിന് പോകണം. ഇനി ഞാൻ ത്രേതായുഗത്തിൽ അയോധ്യയിൽ ദശരഥന്റെ മകനായിട്ട് രാമൻ എന്ന പേരോടുകൂടി ഞാൻ അവതരിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കാണാം. അന്ന് അല്ലയോ പരശുരാമ, അങ്ങയുടെ തപസ്സിന്റെ ശക്തി മുഴുവൻ
അയോധ്യാരാമനിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അങ്ങ് തപസ്സനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറയുകയുണ്ടായി. ആ പറഞ്ഞതിന്റെ ഫലമായിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും കാണാനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഭാർഗവരാമൻ പറയുന്നു, ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. ഇന്ന് എന്റെ ജന്മം സഫലമായി. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. മുമ്പ് ഞാൻ ചെയ്ത തപസ്സിന്റെ ഫലമെല്ലാം ഇന്നെനിക്ക് വന്നു ചേർന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം. ബ്രഹ്മമുഖ്യന്മാർക്ക് പോലും കാണാൻ സാധിക്കാത്ത അങ്ങയുടെ നിർമ്മലമായിട്ടുള്ള ഈ രൂപത്തെ എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പരശുരാമൻ സ്തുതിക്കുന്നു. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാംപദേ തുടങ്ങി ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാനിൽ ഭക്തിയില്ലാത്തവർക്ക് അസംഖ്യം കൽപ്പങ്ങൾ കഴിഞ്ഞാലും മോക്ഷം ലഭിക്കുകയില്ല എന്നും ഇപ്പോഴുള്ള അജ്ഞാനം നീക്കി ജ്ഞാനത്തെ ലഭിക്കണമെന്നും അങ്ങയുടെ പാദപത്മങ്ങളിൽ സദാ ഭക്തി ഉണ്ടാകണമെന്നും അതിനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമെന്നും എല്ലാം ഭാർഗവരാമൻ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിൻ തിരുവടിയുള്ളിൽ എന്തോന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ. ഭാർഗവരാമന്റെ ഈ പ്രാർത്ഥന എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറയുകയാണ്, സന്തോഷം പ്രാപിച്ചേൻ ഞാൻ അങ്ങയുടെ സ്തുതി കൊണ്ട് അങ്ങേ പറഞ്ഞതിൽ നിന്ന് ഞാൻ സന്തോഷവാനായി. നിൻ തിരുവടിയുള്ളത്തിൽ എന്തോന്ന് ചിന്തിച്ചത്, അങ്ങയുടെ ഉള്ളിൽ എന്താണോ അങ്ങ് ആഗ്രഹിച്ചത് അതെല്ലാം ഞാൻ തന്നിരിക്കുന്നു, അതെല്ലാം ഞാൻ അങ്ങേക്ക് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ശ്രീരാമൻ ഭാർഗവരാമനെ അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് ദശരഥൻ സന്തുഷ്ടനായി ഇതെല്ലാം അനുഗ്രഹം കൊടുത്തതിന് ശേഷം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഭാർഗവരാമനെ പരശുരാമനെ അനുഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അല്ലയോ മാധവ രാമ, എന്റെ പേരിൽ അല്പമെങ്കിലും അനുഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഭാർഗവരാമൻ ശ്രീരാമനോട് അപേക്ഷിക്കുകയാണ്, അല്ലയോ ശ്രീരാമ, എന്നോട് അല്പമെങ്കിലും അങ്ങേക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ, അങ്ങേക്ക് എന്നോട് അല്പമെങ്കിലും അനുഗ്രഹഭാവം എന്നിൽ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഭഗവൽ ഭക്തന്മാരിലും ഭഗവൽ പാദങ്ങളിലും എപ്പോഴും ഉള്ളിൽ ഭക്തി ഉണ്ടാകണമെന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ്. ഈ ചെയ്യപ്പെട്ട സ്തുതി, അതായത് ഭാർഗവരാമൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ സ്തുതിച്ച ആ സ്തുതി ജപിക്കുന്നവൻ ഭക്തനും തത്വജ്ഞനുമാകണം എന്ന് ഭാർഗവരാമൻ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു. ശ്രീരാമൻ അപ്പോഴാണ് പറയുന്നത്, എന്താണോ ഉള്ളിൽ ചിന്തിച്ചിട്ടുള്ളത് അതത് പ്രകാരത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുകയാണ്. പ്രഭാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാർഗവരാമൻ തന്റെ തപസ്സിനായിട്ട് പോകുന്നു. തപസ്സിന് പോയി കഴിയുമ്പോൾ ദശരഥനും പുത്രന്മാരും ഭരത ലക്ഷ്മണ രാമ ശത്രുഘ്നന്മാരും അവരുടെ പത്നിമാരും വസിഷ്ഠനും വസിഷ്ഠന്റെ പത്നിയും ആരെല്ലാമാണോ അങ്ങോട്ട് പോയത്, ജനക രാജധാനിയിലേക്ക് പോയത്, അവരെല്ലാവരും തന്നെ സന്തോഷത്തോടു കൂടി തിരികെ അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നു. ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിനാരെല്ലാവരും. ശ്രീരാമനും അതുപോലെ സഹോദരന്മാരും അവരവരുടെ ഭാര്യമാരുമായി ചേർന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. വൈകുണ്ഠപുരി തന്നെ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോട് ചേർന്ന് വാണു. എങ്ങനെയാണോ വൈകുണ്ഠപുരിയിൽ മഹാവിഷ്ണു ഭഗവതിയോടുകൂടി എങ്ങനെയാണോ വസിച്ചത്, അതേ പ്രകാരത്തിൽ ശ്രീരാമൻ സീതയോട് ചേർന്ന് അയോധ്യയിൽ വസിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ കേകയ രാജ്യത്തിന്റെ അധിപനായ യുധാജിത്ത് തന്റെ അനന്തരവനായ ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളെ അയച്ച സമയത്ത് ദശരഥന്റെ അനുവാദത്തോടുകൂടി അനുജനായ ശത്രുഘ്നനോടും കൂടി ഭരതൻ തന്റെ അമ്മയുടെ നാട്ടിലേക്ക് പോവുകയാണ്, അമ്മാവനെ കാണുവാൻ പോവുകയാണ്. അവർ കേകയ രാജ്യത്തേക്ക് പോയി. ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തിലേക്ക് യാത്ര തിരിച്ചു. ഭരത ശത്രുഘ്നന്മാർ സന്തോഷത്തോടെ കേകയ രാജ്യത്ത് വസിക്കുന്നു. സീതയും ശ്രീരാമനും അയോധ്യയിൽ വസിക്കുന്നു. ലക്ഷ്മണനും ഊർമിളയും അയോധ്യയിൽ വസിക്കുന്നു. കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാരോട് ചേർന്ന് ദശരഥനും അയോധ്യയിൽ വസിക്കുന്നു. അയോധ്യയിൽ ദശരഥനും കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാരും, അതേപോലെ തന്നെ ലക്ഷ്മണനും ഊർമിളയും, അതുപോലെ തന്നെ ശ്രീരാമനും സീതയും അയോധ്യയിൽ വസിക്കുന്നു. ഭരത ശത്രുഘ്നന്മാർ കേകയ രാജ്യത്ത് അമ്മാവന്റെ സമീപത്ത് എത്തിച്ചേർന്ന് അവിടെ വസിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ആനന്ദം പകരുന്നതിനായി മനുഷ്യരൂപത്തിൽ അവതരിച്ച ശ്രീരാമചന്ദ്ര മഹാപ്രഭു മായാദേവിയായ സീതയോടൊത്ത് അയോധ്യാപുരിയിൽ സർവർക്കും സന്തോഷം നൽകിക്കൊണ്ട് വസിച്ചു എന്ന് പറയുന്നിടത്താണ് ബാലകാന്ഡം സമാപിക്കുന്നത്. ബാലകാന്ഡത്തിൽ
പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു. അതിൽ തന്നെ ഈ ഒരു ദിവസം അഹല്യാസ്തുതിയും സീതാ സ്വയംവരവും ഭാർഗവ ഗർവ ശമനവുമാണ് പ്രധാനമായിട്ടും ഇതിൽ വന്നിരിക്കുന്ന ഭാഗം. അതിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഭാർഗവ ഗർവ ശമനം എന്നുള്ളതാണ്. ഭാർഗവരാമൻ അഥവാ പരശുരാമൻ ശ്രീരാമനോട് വന്നിട്ട് ഈ വില്ലെടുക്കാമോ കൊലയ്ക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, അഥവാ നീ വില്ലിൽ ശൈവചാപം ഖണ്ഡിച്ച മഹാനാണല്ലോ, കേമനാണല്ലോ, അപ്പോൾ നിനക്ക് ഈ വില്ലിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് നീയെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ഒരു ചാപം, അത് വൈഷ്ണവമാണ്, നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്നത് കുലച്ച് കാണിക്കുക എന്ന് പറയുമ്പോൾ ശ്രീരാമൻ വളരെ വളരെ വിനയത്തോടു കൂടിയിട്ട് വളരെ താഴ്മയോട് കൂടിയിട്ട് പറയുന്ന ഭാഗം നമ്മളൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ശ്രീരാമൻ അറിയാം, ശ്രീരാമൻ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നും തൻ്റെ അവതാര ലക്ഷ്യം എന്താണ് എന്നെല്ലാം തന്നെ വ്യക്തമായിട്ട് അറിയാം. എന്നിരുന്നാൽ കൂടി പരശുരാമനോട് ശ്രീരാമൻ പറയുകയാണ്, മഹാനുഭാവന്മാരായിട്ടുള്ള നിങ്ങൾ ബാലകന്മാരായ ഞങ്ങളോട് ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് ആരാണ് ഒരാശ്രയമുള്ളത്? ആ വില്ലെടുക്കാനും കൊലയ്ക്കാനും വരയ്ക്കാനും ഒക്കെ ഞാൻ പരിശ്രമിക്കാം, അഥവാ അതിന് എനിക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് തിരുവുള്ളക്കേടുണ്ടാകരുത്, എന്നോട് കോപമുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമൻ തൻ്റെ ദൗത്യം നിറവേറ്റുന്നത്. ഇവിടെ നോക്കൂ, അത്രയും ശ്രേഷ്ഠനായ ശ്രീരാമൻ തനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ട് പോലും വിനയത്തോടു കൂടിയിട്ട് പറ്റുമെങ്കിൽ ചെയ്യാം, അഥവാ നടന്നില്ലെങ്കിൽ തന്നോട് വിരോധമുണ്ടാകരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് കടന്നു നോക്കുക. അല്പമെങ്കിലും നമുക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിയുമെങ്കിൽ അതിനെ നമ്മൾ ഏത് രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്, അഥവാ അഹങ്കാരം നമ്മൾ ഉണ്ടാകുന്നത് എന്ന് ഒന്ന് വിലയിരുത്തുമ്പോഴാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ഈ മാതൃക നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. അറിവ് കൂടുന്തോറും അല്ലെങ്കിൽ നമുക്ക് കഴിവുകൾ കൂടുന്തോറും വിനയം കൂടണമെന്നുള്ള വലിയൊരു സന്ദേശം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഈ ഒരു പാഠ്യഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അറിവ് നമ്മളിൽ വരുമ്പോഴും അറിവ് കൊണ്ട് വിനയത്തോടു കൂടിയിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗം, അതിനുള്ള അനുഗ്രഹം ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്നെ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം നമുക്ക് ഒരു പരമ്പരയുടെ കൃപാദങ്ങളിൽ സമർപ്പിക്കാം. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.